ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 16 അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ധൂപകലശമെടുത്ത് നാളെ യഹോവയുടെ സന്നിധിയിൽ അതിൽ തീയിട്ട് ധൂപവർഗമിടുവിൻ. യഹോവ തിരഞ്ഞെടുക്കുന്നവൻ തന്നെ വിശുദ്ധൻ. ലേവിപുത്രന്മാരെ മതി മതി. പിന്നെ മോശ കോരഹിനോട് പറഞ്ഞത്, ലേവിപുത്രന്മാരെ കേൾപ്പിൻ. യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുമ്പാകെ നിൽപ്പാനും ഇസ്രയേലിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രയേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? അവൻ പിന്നെയും ലേവിപുത്രന്മാരായ നിന്റെ സകല സഹോദരന്മാരെയും തന്നോട് അടുക്കുമാറാക്കിയല്ലോ. നിങ്ങൾ പൗരോഹിത്യവും കൂടെ കാംക്ഷിക്കുന്നുവോ? ഇത് ഹേതുവായിട്ട് നീയും നിന്റെ കൂട്ടക്കാർ ഒക്കെയും യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു. നിങ്ങൾ അഹരോൻ്റെ നേരെ പിറുപിറുക്കാൻ തക്കവണ്ണം അവൻ എന്തുമാത്രമുള്ളൂ? പിന്നെ മോശ ഏലിയാബിൻ്റെ പുത്രന്മാരായ ദാഥാനെയും അബീരാമിനെയും വിളിപ്പിപ്പാൻ ആളയച്ചു. അതിനവർ, ഞങ്ങൾ വരികയില്ല. മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പോരാഞ്ഞിട്ട് നിന്നെ തന്നെ ഞങ്ങൾക്ക് അധിപതിയുമാക്കുന്നുവോ? അത്രയുമല്ല, നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവരികയോ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അവകാശമായി തരികയോ ചെയ്തിട്ടില്ല. നീ ഇവരുടെ കണ്ണ് ചുഴുന്നു കളയുമോ? ഞങ്ങൾ വരികയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മോശ ഏറ്റവും കോപിച്ചു. അവൻ യഹോവയോട്, അവരുടെ വഴിപാട് കടാക്ഷിക്കരുതേ. ഞാൻ അവരുടെ പക്കൽ നിന്ന് ഒരു കഴുതയെ പോലും വാങ്ങിയിട്ടില്ല. അവരിൽ ഒരുത്തനോടും ഒരു ദോഷം ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞു. മോശെ കോരഹിനോട്, നീയും നിന്റെ എല്ലാ കൂട്ടവും നാളെ യഹോവയുടെ സന്നിധിയിൽ വരണം. നീയും അവരും അഹരോനും കൂടെ തന്നെ. നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ ധൂപകലശമെടുത്ത് അവയിൽ ധൂപവർഗമിട്ട് ഓരോരുത്തൻ ഓരോ ധൂപകലശവുമായി 250 കലശവും യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരുവിൻ. നീയും അഹരോനും കൂടെ താന്താൻ്റെ ധൂപകലശവുമായി വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓരോരുത്തൻ താന്താൻ്റെ ധൂപകലശമെടുത്ത് തീയിട്ട് അതിൽ ധൂപവർഗവുമിട്ട് മോശയും അഹരോനുമായി സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്നു. കോരഹ് അവർക്ക് വിരോധമായി സർവ്വസഭയെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൂട്ടിവരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. ലേവ്യനായിരിക്കുന്ന കോരഹ് അഹരോനെതിരെ മത്സരിക്കുന്നതാണ് 16 അധ്യായത്തിൽ കാണുന്നത്. കോരഹ് മാത്രമല്ല, കോരഹിനോട് കൂടെ മറ്റ് 250 പേരുണ്ടായിരുന്നു. രൂബേൻ ഗോത്രത്തിൽ നിന്നുള്ള 3 പേരും ഉണ്ടായിരുന്നു. മോശ കോരഹിനോട് പറയുന്നത്, ദേവാലയത്തിൽ തിരുനിവാസത്തിലെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാണ്. എന്നാൽ അതുപോരാ, അഹരോൻ ചെയ്യുന്ന ശുശ്രൂഷ തന്നെ നിനക്ക് ചെയ്യണം എന്ന് നീ എന്തുകൊണ്ടാണ് വാശി പിടിക്കുന്നത്? അത് തെറ്റാണ് എന്ന് മോശ അവനോട് പറയുകയാണ്. കോരഹ് ഇതിനു മുമ്പ് പറഞ്ഞത് സഭയെല്ലാം വിശുദ്ധമായിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ്, ആരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ദൈവം അഹരോനെ പുരോഹിതനായി വിളിച്ചു. അവന് വ്യത്യാസമുണ്ട്. അവന് ചില നിബന്ധനകളും കൊടുത്തിട്ടുണ്ട്. അവൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ലേവ്യ പുസ്തകം 10 അധ്യായത്തിൽ അന്യാഗ്നി കത്തിച്ചതുകൊണ്ട് അഹരോൻ്റെ മക്കൾ 2 പേർ അപ്പോൾ തന്നെ കൊല്ലപ്പെട്ടു. അവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ ദുഃഖം പ്രകടിപ്പിക്കാനുള്ള സാഹചര്യം പോലും അഹരോനുണ്ടായിരുന്നില്ല. ഇതാണ് അഹരോൻ്റെ അവസ്ഥ. എല്ലാവരും അഹരോനെ പോലെയാണ്, എല്ലാവരും വിശുദ്ധരാണ് എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? കോരഹിന് കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതും അങ്ങനെ സംസാരിച്ചതും. കോരഹിന് നേതൃത്വമോഹമുണ്ട്. അതുകൊണ്ട് നേതൃസ്ഥാനത്തുള്ള ആളുകൾക്കൊന്നും ഒരു പ്രത്യേകതയുമില്ല, അവരെ ദൈവമൊന്നും സ്പെഷ്യലായി ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു തീർക്കുവാനാണ് അയാൾ ശ്രമിച്ചത്. എന്നാൽ മോശ അതിന് കൂട്ടുനിന്നില്ല. മോശ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ മറുതലിക്കുന്നവനാണ്. മോശ ദാഥാനെയും അബീരാമിനെയും വിളിപ്പാൻ ആളയച്ചു. പക്ഷേ അവർ പറയുന്നത് കേൾക്കുക,
ഞങ്ങൾ വരികയില്ല. മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ നീ ഞങ്ങളെ പാലും തേനും ഒഴുക്കുന്ന ദേശത്തു നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പോരാഞ്ഞിട്ട് നിന്നെ തന്നെ ഞങ്ങൾക്ക് അധിപതിയുമാക്കുന്നുവോ? അവർ പറയുന്നത് മിസ്രയീം, ഈജിപ്റ്റ് പാലും തേനും ഒഴുകുന്ന ദേശമായിരുന്നു. അവിടെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നവർ അവരെ മർദ്ദിക്കുമായിരുന്നു, അടിക്കുമായിരുന്നു. അവർ പറയുകയാണ് ഈജിപ്റ്റ് പാലും തേനും ഒഴുകുന്ന ദേശമായിരുന്നുവെന്ന്. വളരെ ഫലഭൂഷ്ടമായിരുന്ന ദേശമായിരുന്നു അത്രേ. അവിടെ നിന്ന് ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ദേശം തരുമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. പക്ഷേ ഞങ്ങളെ അവിടെ നീ കൊണ്ടുപോയിട്ടുമില്ല. ഇത് മോശയുടെ കുറ്റമായിട്ടാണ് അവർ പറയുന്നത്. എന്നാൽ ഇതിനു മുമ്പുള്ള 2 അധ്യായങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇവർ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പോകാഞ്ഞതിന് കാരണം മോശയോ അഹരോനോ യോശുവയോ കാലേബോ അല്ല, ഇവർ തന്നെയാണ്. ദൈവം പറഞ്ഞ വാഗ്ദത്തം വിശ്വസിക്കാതെ ദൈവത്തെ അവിശ്വസിച്ചതുകൊണ്ടാണ് പാലും തേനും ഒഴുകുന്ന ദേശം ഇവർക്ക് ലഭിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞത്. 40 വർഷം ഇവർ മരുഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടി വരുമെന്ന് ദൈവം പറഞ്ഞത് ഇവർ അവിശ്വസിച്ചതുകൊണ്ടാണ്. ഇവർ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. അതിന് മോശയെ പഴിച്ചിട്ട് എന്ത് കാര്യം? ദൈവത്തോട് മറുതലിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കുറവുകൾക്കും മറ്റുള്ളവരെയാണ് പഴിക്കുന്നത്. ഇവിടെ ആത്മീക നേതൃത്വത്തിലുള്ളവരെയാണ് പഴിക്കുന്നത്. അവർ കാരണമാണ് ഇവരുടെ ജീവിതത്തിൽ ഈ ദുരന്തമൊക്കെ ഉണ്ടായത് എന്ന് പറയുകയാണ്. അതുമാത്രമല്ല, 14-ാം വാക്യത്തിൽ നീ ഇവരുടെ കണ്ണു ചുഴന്നു കളയുമോ? ഏത്? മോശയോടാണ് ഈ ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ കണ്ട ആളുകൾക്കൊന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണാൻ കഴിവില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? അവരെയൊക്കെ അന്ധന്മാരായിട്ടാണോ നീ കണക്കാക്കുന്നതെന്ന് മോശയോട് ചോദിക്കുന്നു. അതുപോലെ 13-ാം വാക്യത്തിൽ അവർ മോശയ്ക്കെതിരെ പറയുന്ന മറ്റൊരു ആരോപണം, നിന്നെ തന്നെ ഞങ്ങൾക്ക് അധിപതിയുമാക്കുന്നുവോ? മോശ തന്നെ ഇവർക്ക് അധിപതിയാക്കുകയാണെന്നാണ് അവർ പറയുന്നത്. നോക്കണേ, ദൈവം തന്നെ പറഞ്ഞു മോശയാണ് ഏറ്റവും സൗമ്യനായ മനുഷ്യൻ. ആ മോശയ്ക്ക് നേതൃസ്ഥാനത്തേക്ക് വരുവാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ മോശയെക്കുറിച്ച് ഇവർ പറയുന്നു, നീ ഞങ്ങൾക്ക് അധിപതിയാകുവാൻ ശ്രമിക്കുന്നു. 15-ാം വാക്യത്തിൽ മോശ ഏറ്റവും കോപിച്ചു എന്ന് നാം കാണുന്നു. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മോശയാണ് ഏറ്റവും സൗമ്യനായ വ്യക്തി. ഈ സൗമ്യനായ വ്യക്തി പോലും കോപിക്കത്തക്ക വിധം ഈ കോരഹും ദാഥാനും അബിരാമും മോശയ്ക്കും അഹരോനുമെതിരെ സംസാരിച്ചു. പക്ഷേ മോശ കോപിച്ചു എന്ന് പറയുന്നെങ്കിലും മോശ കോപിച്ചിട്ട് എന്താണ് പറഞ്ഞത്? സാധാരണ ആളുകളോട് കോപിച്ചിട്ട് അവരോട് അപമര്യാദയായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും. എന്നാൽ മോശ കോപിച്ചു എന്നത് ശരിയാണെങ്കിലും മോശ പിന്നീട് സംസാരിച്ചത് കോരഹിനോടല്ല, ദൈവത്തിനെതിരെ മത്സരിച്ചവരോടല്ല. താൻ കോപിച്ചപ്പോൾ താൻ ദൈവത്തോട്, യഹോവയോട് പറഞ്ഞ കാര്യമാണ് പിന്നെ പറയുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മനുഷ്യരോട് വഴക്കുണ്ടാക്കി ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. മോശ ദൈവത്തോട് പറയുകയാണ്, അവരുടെ വഴിപാട് കടാക്ഷിക്കരുതേ, ഞാൻ അവരുടെ പക്കൽ നിന്ന് ഒരു കഴുതയെ പോലും വാങ്ങിയിട്ടില്ല, അവരിൽ ഒരുത്തനോടും ഒരു ദോഷം ചെയ്തിട്ടുമില്ല. ഇവിടെ കോരഹിനും കൂടെയുള്ളവർക്കും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ധൂപവർഗം ഇട്ട ധൂപകലശം യഹോവയുടെ സന്നിധിയിൽ കാണിക്കുക എന്നതാണ്. ഈ ധൂപം കാണിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങാണെങ്കിലും ഇതിൻ്റെ ആത്മീക അർത്ഥം എന്താണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ധൂപം കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പുക മുകളിലേക്ക് ഉയരുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഹരോൻ ധൂപവർഗം കാണിക്കുമ്പോഴൊക്കെയും ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. ജനത്തിന് എൻ്റെ ഇടയിൽ ബാധ വരുന്നത് തടയാൻ വേണ്ടി അഹരോൻ ധൂപം കാണിക്കുന്നു. അതിൻ്റെ അർത്ഥം ബാധ വരാതിരിക്കുവാൻ വേണ്ടി അഹരോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇവർക്ക് പ്രാർത്ഥനയുമായി ഒരു ബന്ധവുമില്ല. കോരഹിന് ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനോ അവർക്ക് അനുഗ്രഹം വരുവണം എന്ന് ദൈവത്തോട് അപേക്ഷിക്കാനോ ഉള്ള മനസ്സില്ല, അതിനുള്ള പ്രാഗൽഭ്യമില്ല, അതൊരാവശ്യമാണെന്ന് അയാൾക്ക് തോന്നിയിട്ടുമില്ല. പിന്നെ അയാൾക്കാകെ കൂടെ വേണ്ടത് ധൂപം കാണിക്കുക, ആ ചടങ്ങ് അതെല്ലാവരും കാണുന്നതാണ്, അതുകൊണ്ടുള്ള ബഹുമാനം തനിക്ക് വേണം. മോശ അവരോട് പറഞ്ഞു, അതല്ല,
ഇത് പ്രാർത്ഥനയാണ്, ദൈവത്തോട് വഴിപാട് കാണിക്കുകയാണ്. ദൈവത്തോട് പിന്നെ മോശ പറഞ്ഞു, അത് അവരുടെ വഴിപാട് സ്വീകരിക്കരുത്. എന്നിട്ട് ഈ 250 പേരോടും അവരവരുടെ ധൂപകലശം എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാൻ മോശ അവരെ വെല്ലുവിളിക്കുന്നു. അവർക്ക് മോശയ്ക്കും അഹരോനുമെതിരെ മത്സരിക്കുക എന്നത് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. 19 വാക്യത്തിൽ കോരഹ് അവർക്ക് വിരോധമായി സർവ്വസഭയെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൂട്ടിവരുത്തി. നോക്കണേ, മിസ്രയീമിൽ നിന്നും മോശയാണ് ഇസ്രയേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നത്. ദൈവം സഹായിച്ചിട്ടാണ്, എങ്കിലും മോശയുടെ നേതൃത്വത്തിലാണ് സംഭവിച്ചത്. ഇവരുടെ മുമ്പാകെ മോശ ചെങ്കടലിനെ 2 വിഭാഗിക്കുന്നവർ കണ്ടതാണ്. ആ മോശയ്ക്കെതിരെ ആണ് അവർ മത്സരിക്കുന്നത്. മാത്രമല്ല, ആ മോശയ്ക്കെതിരെ ഈ കോരഹ് പറയുന്നത് കേട്ട് എല്ലാവരും മോശയ്ക്കെതിരെ തിരിഞ്ഞു. മുഴുവൻ ജനവും കോരഹിന് അനുകൂലമായി സഭയുടെ മുമ്പാകെ വന്നു. ഒരു ഇലക്ഷന് നിൽക്കുകയായിരുന്നെങ്കിൽ കോരഹ് ജയിച്ചേനെ, മോശ തോറ്റേനെ. ദൈവഭക്തന്മാരായ ആളുകൾ, ദൈവദാസന്മാർ, അവർ എപ്പോഴും പോപ്പുലർ ആയിരിക്കില്ല. ഭൂരിപക്ഷം അവരുടെ കൂടെ ആയിരിക്കില്ല. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കോരഹ് മോശയ്ക്കും അഹരോനുമെതിരെ മത്സരിച്ചത്. എല്ലാവരും ചെയ്യുന്നു, എല്ലാവരും പറയുന്നു, അതുകൊണ്ട് അത് ശരിയാകണമെന്നില്ല. ദൈവം എന്തു പറയുന്നു അതിന് പ്രാധാന്യം കൊടുക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.